അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ അതിലെ ആ ഒരു സഹോദരൻ പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ സത്യത്തിൽ വളരെയധികം സങ്കടം തോന്നുന്നുണ്ട്. ഒന്നിനെയും മനസ്സിലാക്കാത്ത രൂപത്തിലുള്ള ചില സംസാരങ്ങൾ, ആളുകൾക്കിടയിൽ ദർസി സംവിധാനത്തെ വളരെയധികം മോശപ്പെടുത്തുന്ന രീതിയിൽ, അതിനെ ചിത്രീകരിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ. നമുക്ക് ആ ഒരു ചില വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം, എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി പഠിച്ചിട്ടുണ്ടെന്നുള്ളത്. തൊപ്പി ശരിക്കും വിളിക്കുന്ന ഒരു പേര് ഉണ്ട്, മദ്രസ പൊട്ടെന്ന്. മദ്രസ പൊട്ടെന്നോ? അല്ലേ? അതെന്താ ശരിക്കും അങ്ങനെ വിളിക്കാൻ കാര്യം? മദ്രസ എന്ന് പറഞ്ഞാൽ മദ്രസയിൽ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ മദ്രസയിൽ പഠിച്ചോണ്ടാന്ന് എനിക്ക് ഇത്രയും മദ്രസ നല്ല ദർസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതായത് അതൊരു ജയില് പോലത്തെ ഒരു സംഭവമാണ്. ജയിലൊന്നും അതായത് നമുക്ക് പുറത്തൊന്നും പോകാനൊന്നും പറ്റൂല. അതായത് ഞാനിപ്പോ 6ാം ക്ലാസ്സാ. 6ാം ക്ലാസ്സിൽ നിന്നാണ് ഞാൻ ദർസിലേക്ക് പോകുന്നത്. അതായത് എന്റെ നാട്ടിലെ അടുത്ത് തന്നെ, അത് 3 കിലോമീറ്റർ. അപ്പൊ എന്നെ 6ാം ക്ലാസ്സിൽ അവിടെ ചേർത്തി. അതിന് മുമ്പ് ഞാൻ യത്തീംഖാന പഠിച്ചിട്ടുണ്ട്. എന്റെ നാട്ടിൽ തന്നെ യത്തീംഖാന പഠിച്ചിട്ടുണ്ട്. യത്തീംഖാന മനസ്സിലായി എന്താ സംഭവം? മനസ്സിലായി എന്താണ്? പാവപ്പെട്ട കുട്ടികളെയൊക്കെ കൊണ്ടുവരുന്ന കേട്ടോ നിങ്ങള്? ദർസി സംവിധാനം എന്ന് പറയുന്നത് ഒരു ജയിലാണ്. അത് പിന്നെ ഒരിക്കലും നമുക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല, അങ്ങനെയൊക്കെയാണ് ഈ സഹോദരൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ദർസിൽ 8ഉം 9ഉം വർഷം പഠിച്ചിട്ടാണ് നമ്മളൊക്കെ ഈ നിലയിലെത്തിയത്. നമുക്കവിടെ ഒരിക്കലും തന്നെ ഒരു പ്രയാസം തോന്നിയിട്ടില്ല. ദർസി സംവിധാനത്തിൻ്റെ സിസ്റ്റങ്ങളോ ദർസിൻ്റെ കാര്യങ്ങളൊന്നും അല്ലേ. നമുക്ക് കുറച്ച് വാക്കും കൂടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒന്ന് കേൾക്കാം, എന്നിട്ട് ചില കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്കൊന്ന് ചർച്ച നടത്താം. 6ാം ക്ലാസ് മുതലാണ് ദർസിൽ വെച്ചാൽ എന്റെ നാട്ടിലത്തെ ഒരാളാണ് എന്നെ ദർസിലേക്ക് കൊണ്ടാക്കുന്നത്. നീ പോണം, അത് എനിക്ക് ഇഷ്ടം. ഫസ്റ്റ് എനിക്കൊരു ഇഷ്ടം തോന്നി. കാരണം എന്റെ നാട്ടിലെ പിള്ളേരെല്ലാം ഇങ്ങനെ പോകുന്നതുകൊണ്ട് എനിക്കൊരു, ശരിക്കും പറയാൻ ഫുഡിന്റെ ഒരു പിരാന്തനാണ്, അറിയാം. അപ്പൊ അവിടെ കുറെ ഫുഡ് കിട്ടും, അങ്ങനെയാന്ന് ഇങ്ങനെയാന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ പോയി. അപ്പൊ ഞാൻ എന്തെങ്കിലും ഫുഡിന്റെ ഒരു സാധനം വേണ്ടി അപ്പൊ അവിടെ കേട്ടിട്ട് പോയി. പക്ഷെ എനക്ക് അറിയില്ല ഇങ്ങനത്തെ ഈ അറബി ഇതെല്ലാം മനപ്പാടാക്കണമെന്ന് എനിക്ക് തീരെ അറിയില്ല. അങ്ങനെ ഇതെല്ലാം കേട്ട് ഞാൻ ഫുഡിന്റെ ഇത് മാത്രം കേട്ടിട്ട് പോയതാണ്, അല്ലാണ്ട് ഞാൻ പോകുന്നില്ല. എന്നിട്ട് അങ്ങനെ പോയി. പക്ഷെ ഫുഡെല്ലാം ഉണ്ട്, ഫുഡെല്ലാം അടിപൊളിയാണ്. പക്ഷെ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുറേ കിതാബുകൾ, ഒരു 10, 15, ഒരു 10, 28 കിതാബ് അങ്ങനെ മനപ്പാടാക്കി ഇതാക്കണം, എന്നാലും ഉസ്താദാവും. അങ്ങനെ ഓരോ ദിവസം പഠിച്ചില്ലെങ്കിൽ ഉസ്താദിനെ ഒന്ന് ചൂരില് 3 ചൂരിനെ കൊണ്ട് ഒപ്പരടിയാം, ഉറക്കും എല്ലാം. അതായത് നമ്മളിപ്പോ എണീക്കുന്നു, നീ സുബൈക്ക് എണീക്കലുണ്ടാ? അപ്പോൾ കേട്ടോ, മമ്മു എന്തിനാ പോയതെന്നും കൂടെ പറഞ്ഞു അല്ലേ. പഠിക്കാനല്ല, ദീന് പഠിക്കാനോ ദീനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ അല്ല. എന്തിനാ പോയത്? ഫുഡിന് വേണ്ടിയിട്ടാണ്. അപ്പം പിന്നെ ദർസൊക്കെ ജയിലായിട്ട് തോന്നുകയൊക്കെ ചെയ്യും അല്ലേ. കിതാബോധി പഠിക്കാനാണ്, ദീന് പഠിക്കാനാണ് വേണ്ടിയിട്ടാണ് ഒരാൾ പോകുന്നതെങ്കിൽ അത്ര വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും ഒക്കെ നന്മയായിരിക്കും. കാരണം ഇതൊക്കെ പഠിക്കണം, വെറുതെ വെള്ളിയിട്ട് ഇറങ്ങലല്ലല്ലോ. ഇതൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ദീനിനെ നമ്മുടെ ഈ സമൂഹത്തിന് ഒന്നും അറിയാത്തവരിലേക്ക് എത്തിക്കലാണ് ഈ പരിശുദ്ധമായ ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഇതൊന്നും പഠിക്കാതെ ഇതൊന്നും മനസ്സിലാക്കാതെ പിന്നെ അതാവില്ലല്ലോ, വെറുതെ ആവലല്ലോ. അപ്പോൾ പിന്നെ ഫുഡ് എന്ന് വിചാരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല. അവിടുന്ന് പിന്നെ ഉസ്താദ്മാർ പറയുന്നത് ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരും. ഓക്കെ, എന്നാൽ ഈ മമ്മ ഒന്ന് മനസ്സിലാക്കണം, പിന്നെ ഇതൊരു പ്രയാസപ്പെട്ടൊരു ജയിലാണ് എന്നൊക്കെ ദർസി സംവിധാനത്തെ പറഞ്ഞല്ലോ. ഇന്ന് കേരളക്കരയിൽ നിൽക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരെ മമ്മ ഒന്ന് നോക്കണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമയ്യത്തുൽ ഉലമയുടെ അജയ്യരായ നേതാക്കന്മാർ, ഇന്ന് നിലനിൽക്കുന്ന സമസ്തയുടെ നേതാവ് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു കൊടുക്കട്ടെ. ആലിക്കുട്ടി ഉസ്താദ്, അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. MT ഉസ്താദ് അല്ലേ, അള്ളാഹു തആല അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് ഒരുപാട് കാലം ബഹുമാനപ്പെട്ട സമസ്തക്ക് നമുക്കൊക്കെ നേതൃത്വം നൽകണം. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ അവരൊക്കെ ഇന്ന് കാഴ്ചവെക്കുന്ന ചില കാഴ്ചകളുണ്ട്. ദീനി സംവിധാനത്തിന് വേണ്ടിയിട്ട് അവർ ഇടപെടുന്ന രീതികൾ, അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിന് വരുന്ന, വിദ്യാർത്ഥികൾക്ക് വരുന്ന പല പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ. ഇന്ന് നമുക്കറിയാം, പിന്നെ സമസ്തയുടെ ഒരു ഏറ്റവും വലിയ ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് നമുക്കറിയാം, മദ്രസ സമയത്ത് സ്കൂളിൻ്റെ സമയമാറ്റവുമായി ബന്ധപ്പെട്ടാണ്.
സമയം കുറച്ചും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മദ്രസയ്ക്ക് അത് തടസ്സമാകും. ദീനീ ബോധം നമ്മുടെ മക്കളിൽ നിന്ന് ലയിച്ചു പോകും, ഇല്ലാതെയായി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയൊരു സംവിധാനം നമ്മുടെ കേരളത്തിലുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ മദ്രസകളൊക്കെ അല്ലേ, ആ ദീനി കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് ഇന്ന് സ്കൂളുകൾക്ക് ഒരുപാട് നേരത്തെ തുടങ്ങണമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മദ്രസയുടെ സമയത്തിന് വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരികയാണ്. ഇപ്പോൾ നിലവിലുള്ള സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൻ്റെ അവർ തുടങ്ങുന്ന സമയവും മറ്റുമൊക്കെ നമുക്ക് മദ്രസയ്ക്ക് തടസ്സമല്ല, അല്ലെങ്കിൽ സ്കൂളിലെ വിഷയങ്ങൾക്ക് തടസ്സമല്ല, ഒന്നിനും തടസ്സമല്ല. സമയം മാറ്റിയത് കൊണ്ട് ഒന്നും ലഭിക്കാനും പോകുന്നില്ല അല്ലേ. ഒരുപാട് ആളുകൾക്ക് പ്രയാസപ്പെടുക എന്നല്ലാതെ, പിന്നെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ മദ്രസ പഠനം, മതപഠനം മുടങ്ങുക എന്നല്ലാതെ ഒരു മാറ്റവും നമുക്ക് അതുകൊണ്ട് കാണാൻ കഴിയുന്നില്ല. ഇനിയിപ്പോൾ അതിൻ്റെ നോക്കൂ, സ്കൂളിലൊക്കെ വരുന്ന ടീച്ചേഴ്സിൻ്റെ ഒക്കെ അവസ്ഥ വളരെയധികം പ്രയാസമാണ്. പക്ഷേ ഇതിലൊക്കെ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ നടത്തുന്ന ബഹുമാനപ്പെട്ട സമസ്ത അല്ലേ. ഈ സമസ്തയുടെ ആലിമ്യങ്ങളൊക്കെ ഈ ചിന്തയുമൊക്കെ എവിടുന്ന് വന്നറിയോ? അവരൊക്കെ പള്ളി ദർസിൽ പഠിച്ച ആൾക്കാരാണ്. ഒന്നും വേണ്ട, കഴിഞ്ഞ ഒരാഴ്ചയിൽ കേരളം മുഴുവൻ, കേരളം മാത്രമല്ല നമ്മുടെ ലോകരാജ്യം മുഴുവനും ഉറ്റുനോക്കിയ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. ഞാനിവിടെ സംഘടനപരമായിട്ടോ മറ്റോ ഞാൻ വിഭജിച്ച് പറയുകയല്ല, അല്ലെങ്കിൽ അതിനെ പിന്നെ ഒരു വേറെ രൂപത്തിൽ കണ്ടാരും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, നമ്മളെല്ലാവരും നല്ല രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ ഉസ്താദ് അല്ലേ, അല്ലാഹു തആല ആഫിയത്തുൽ ദീർഘായുസ്സ് കൊടുക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവർ, നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരി, ഹൈന്ദവ സഹോദരി, ആ ഒരു സഹോദരിയുടെ തൂക്കുകയറുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ചർച്ചയുണ്ടായിരുന്നു. ആ വധശിക്ഷ വരെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഒന്ന് ഉറ്റുനോക്കിയപ്പോൾ, അതിലൊന്ന് ഇടപെട്ടപ്പോൾ അത് നീട്ടിവെച്ചു. ചെറിയ ചർച്ച വീണ്ടും വന്നു അല്ലേ. കേന്ദ്രം വരെ ഇടപെട്ടപ്പോഴും ആ ഒരു തടസ്സത്തിന് ഒരിക്കലും തന്നെ അവിടുന്ന് ഒരു മാറ്റത്തിന് വിധേയമാക്കാത്തത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവിടെ നിന്ന് ഇടപെട്ടപ്പോൾ, ഇടപെടേണ്ട രീതിയിലൊന്ന് സംസാരിച്ചപ്പോൾ പല രൂപത്തിലാണ് ആളുകൾ അതിനെ കണ്ടതും അതിൻ്റെ നിയമങ്ങളെ മനസ്സിലാക്കിയതും. എൻ്റെ പ്രിയമുള്ളവരെ, അപ്പോൾ ആ ഒരു രൂപത്തിലേക്ക് നമ്മുടെ ഈ പണ്ഡിതന്മാരൊക്കെ കടന്നു വന്നത്, അവരൊക്കെ അത്ര ഉയരത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുമൊക്കെ ഈ പള്ളി ദർസിൽ നിന്ന് വന്നതാണ്. മാത്രമല്ല, നമ്മുടെ കേരളത്തിലേക്ക് തന്നെ ഒന്ന് നോക്കൂ, എത്ര സ്ഥാപനങ്ങളാണ് മതപരമായിട്ട് ഇന്ന് ഉയർന്നു നിൽക്കുന്നത് അല്ലേ. ദാറുൽ ഹുദ പോലെ, അതുപോലെ തന്നെ SNECയുടെ സ്ഥാപനങ്ങൾ അല്ലേ, എത്രയാണ് ഇന്ന് നമുക്ക് ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴിലുള്ളത്. അതുപോലെ തന്നെ കാന്തപുരം AP അബൂബക്കർ ഉസ്താദിൻ്റെ ആ ഒരു സമസ്തയുടെ കീഴിൽ എത്ര സ്ഥാപനങ്ങളുണ്ട്. ഇത് നോക്കൂ നിങ്ങൾ, ദാറുൽ നിന്നുള്ള മക്കൾ ഉത്തരേന്ത്യയിൽ പോലും അല്ലേ പരിശുദ്ധമായ ദീനിനെ പ്രചരിപ്പിക്കാനും, ദീനെന്ന് മാത്രമല്ല മതവും ഭൗതികവും സമന്വയമായിട്ട് വേണ്ട രൂപത്തിൽ അവിടുത്തെ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അവരൊക്കെ എവിടുന്ന് വന്നതാണ്? ഇവരൊക്കെ എവിടുന്നാണ് പഠിച്ചു വന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളതൊന്ന് പഠിക്ക്. വെറുതെ നിങ്ങൾ മദ്രസ പൊട്ടനെന്നോ അല്ലെങ്കിൽ ഇതൊരു ജയിലാണ് എന്ന് നിങ്ങൾ പറയണ്ട. മനസ്സിലായോ? നിങ്ങൾ പോയത് ഞാൻ ബഹുമാനത്തോടു കൂടെ പറയാണ്, നീ പോയത് ഭക്ഷണം കഴിക്കാമെന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടല്ലേ, നല്ല ഫുഡ് കിട്ടുമെന്ന് കരുതിയിട്ടല്ലേ. അപ്പം നിനക്കിത് ജയിലായിട്ട് തോന്നും. പിന്നെ ആ ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട് സുബൈയുടെ മുമ്പ് എണീക്കുന്നുള്ളത്. ഏതൊരു സ്ഥാപനത്തിലും ഒരു ബെല്ലുണ്ടാകും, അവിടുത്തെ വലിയ സ്ഥാനം അടിക്കാനുള്ളൊരു ബെല്ലുണ്ടാവും. ആ ബെല്ലടിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും എണീക്കാത്ത ആളുകളുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് എന്താവും, ഒന്നുകൂടെ അടിക്കും. അപ്പോൾ കുറച്ച് ആൾക്കാർ എണീറ്റ് പിന്നെയും പോകും. പിന്നെ ഇതൊക്കെ സീനിയേഴ്സ് വിദ്യാർത്ഥികളെ ചിലപ്പോൾ വിളിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ടും എണീക്കാത്ത ആൾക്കാരുണ്ടാകും അല്ലേ. അപ്പം എന്ത് ചെയ്യും? ചിലപ്പോൾ ഉസ്താദ് വന്നിട്ട് വടിയെടുത്തിട്ട് അടിക്കും, അനക്കുണ്ടാകും. ഇത് സത്യം പറഞ്ഞാൽ ഇത് എന്താണ്? ദീൻ പഠിക്കാൻ വിടുന്നതാണ്. അപ്പോൾ ദീനിൻ്റെ ചിട്ടകൾ, ആ കാര്യങ്ങൾ, ഇപ്പോൾ തഹജ്ജുദ്, അതുപോലെ തന്നെ സുബഹി മുമ്പുള്ള സുന്നത്ത് നിസ്കാരം, സുബഹി ഫർള് നിസ്കാരം, ശേഷം ദിക്റുകൾ, പിന്നെ ളുഹ, അതുപോലെ തന്നെ എല്ലാ ഇബാദത്തുകളും മനസ്സിലാക്കുകയും അത് പഠിക്കുകയും ചെയ്യേണ്ട ഒരു രീതിയാണ് ദർസി സംവിധാനം എന്ന് പറയുന്നത്. കാരണം ഒരു ആലിം എന്ന് പറഞ്ഞാൽ, ഒരു മുസ്ലിം, ഒരു മുഅല്ലിം അല്ലെങ്കിൽ ഒരു മുതഅല്ലിം എന്ന് പറയുമ്പോൾ, ഒരു ഉസ്താദ് എന്ന് പറയുമ്പോൾ, ഇതൊക്കെ പറയുമ്പോൾ ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ജീവിക്കേണ്ട ഒരാളായിരിക്കണം. കാരണം സമൂഹത്തിൻ്റെ മുമ്പിൽ ഇന്നതാണ് ദീന് എന്നും, ഇത്രത്തും ഇബാദത്തുകൾ ഇതിലുണ്ട് എന്നും, ഇത്രത്തോളം മഹത്വം ഇതിനുണ്ട് എന്നും പറഞ്ഞു കൊടുക്കേണ്ട ആളുകളാണ് പണ്ഡിതന്മാർ. അപ്പം ഇതൊന്നും ജീവിതത്തിലില്ലാതെ നമ്മൾ വെറുതെ വെള്ളയിട്ടിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ വെറുതെ പുറത്തിറങ്ങിയിട്ട് കാര്യമില്ലല്ലോ. ജീവിതത്തിൽ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ.
അല്ലേ? അപ്പോൾ ഈ ദർസി സംവിധാനത്തെ ഇത് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ ഇതിങ്ങനെ വീഡിയോസ് ഇങ്ങനെ കണ്ടപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ചില വാക്കുകൾ ഞാനിങ്ങനെ കേട്ടു നോക്കുമ്പോൾ പല ആൾക്കാരും അതിൻ്റെ അടിയിൽ മമ്മൂൻ്റെ കുറേ ഫാൻസുകൾ വന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു. അല്ലെങ്കിൽ ദർസിൽ തന്നെ കണ്ണീരോടൊക്കെ ദർസ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണീരോടെങ്ങനെ പിന്നെ എന്താ പറയുക അവിടുത്തെ ദുരനുഭവത്തെക്കുറിച്ച് എന്നൊക്കെ പറയുന്ന രൂപത്തിലൊക്കെ കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ആളുകൾ ചിത്രീകരിക്കുന്നത് പറയുന്നത് എന്ന് നമുക്ക് തന്നെ പറയാൻ കഴിയുന്നില്ല. അപ്പോൾ ദർസി സംവിധാനത്തെ അത്ര മോശമായിട്ട് ആരും പറയരുത്, കാണണ്ട. ഇന്നും കാണുന്ന നമ്മുടെയൊക്കെ പണ്ഡിതന്മാർ അവരൊക്കെ ദർസി സംവിധാനത്തിലൂടെ വളർന്നവരാണ്. അവരൊക്കെ ഏറ്റവും ദറജകൾ ഉയർന്ന ആളുകളെ ആയിട്ടുള്ളൂ. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട വഫക്കി തങ്ങൾ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ കൂടെയൊക്കെ നമ്മെ അള്ളാഹു തആല അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഇവരൊക്കെ എവിടെ നിന്ന് വന്നതാ? പരിശുദ്ധമായ ദർസി സംവിധാനത്തിൽ നിന്ന് ഓതിപ്പടിച്ചുകൊണ്ട് വന്ന ആൾക്കാരാണ് അവരൊക്കെ. മനസ്സിലായോ? അപ്പോൾ അവരൊക്കെ നോക്കുക, അവരൊക്കെ ജീവിതത്തിൽ എത്രത്തോളം വിജയവും പാണ്ഡിത്യവും അവർക്കുണ്ട്. എന്നിട്ട് നമ്മൾ വെറുതെ കടന്നിട്ട് ഇങ്ങനത്തെ ആളുകളൊക്കെ എവിടെയെങ്കിലും ഒരു മൈക്ക് കിട്ടിയ, ഒരു ചാനൽ കിട്ടിയ, ഒരു അവസരം കിട്ടിയാൽ അവിടെ കയറിയിട്ട് പലതും പറയാണ്. ലോക സമൂഹത്തെ നിങ്ങളൊന്ന് പഠിക്കും. അത് ജയിലാണോ, അതോ വീടാണോ, അതോ പൂട്ടിയിട്ട റൂമാണോ, അതോ തുറന്നു കിടക്കുന്ന വാതിലുകളാണോ, എന്താണ് അതിനെക്കുറിച്ചൊന്ന് വ്യക്തമായിട്ട് പഠിക്ക്, എന്നിട്ട് പറയേ. കാരണം നിങ്ങളുടെയൊക്കെ പോലെയുള്ള ആളുകളുടെ വാക്കുകൾ കേൾക്കാൻ പല ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഹനാൻഷയുടെ ഒരു വിഷയം വന്നപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ വാക്കുകൾ കേൾക്കാൻ ഒരുപാട് ആളുകളാണ്, ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ പറയുമ്പോൾ അത് പരിശുദ്ധ ദീനിനെയും അതിൻ്റെ ആശയങ്ങളെയുമാണ്, അതിൻ്റെ ആളുകളെയുമാണ് ഇങ്ങനെ മോശക്കാരായിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ ചിത്രീകരിക്കുന്ന ഒരുപാട് ആളുകളുടെ ഹൃദയത്തിലേക്ക് ഇത് വളരെ മോശമായിട്ട് എത്തും എന്നുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സിനിമയാണ് ഏറ്റവും കൂടുതൽ അവനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു. ദർസിൽ പഠിക്കുന്ന സമയത്ത് വെള്ളയിട്ട് സിനിമാ തിയേറ്ററിൽ പോയ സംഭവമൊക്കെ ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരാൾക്ക് എന്തായാലും ദർസും കോളേജുകളൊക്കെ നരകവും ജയിലും പീഡനങ്ങളൊക്കെ തന്നെ ആയിരിക്കും. കാരണം അതിനല്ലല്ലോ അവിടെ പോകുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും സ്വാഭാവികമായിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അഭിനയിച്ചോളൂ, സിനിമ കണ്ടോളൂ, എന്തും ചെയ്തോളൂ. പക്ഷെ അവിടെയും ദർസി സംവിധാനത്തെ അല്ലെങ്കിൽ ഈ ഉസ്താദന്മാരെ ഇവരെയൊന്നും ആക്ഷേപിച്ചിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ നിങ്ങളുടെ റീച്ച് നിങ്ങൾ കൂട്ടേണ്ടതില്ല. കാരണം അതൊക്കെ വലിയ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് വരുത്തുന്നത്. നിങ്ങളൊരാൾ പരിശുദ്ധ ദീനിനെ കുറിച്ചിട്ട് മോശമായിട്ട് പറഞ്ഞു, ദർസി സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞു, കോളേജ് സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞു, ഒന്നും തന്നെ ഈ സമൂഹത്തിന് കിട്ടാനില്ല. ഒന്നും തന്നെ ദീനിനോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ പരിശുദ്ധമായ ഈ ദർസിനോ ഒന്നും ലഭിക്കാൻ ഒരു മോശം കിട്ടൂല, ഒരു മോശം ലഭിക്കില്ല. കാരണം എന്താ പറയുക, നിങ്ങളൊക്കായും മുമ്പ് നമ്മക്കായും മുമ്പ് ഒരുപാട് ആളുകൾ ദീനിനെയും ദീനി സംവിധാനത്തെയും ദർസിനൊക്കെ പല രൂപത്തിൽ കുറ്റപ്പെടുത്തിയതാണ്, അല്ലേ? പല രൂപത്തിൽ കളിയാക്കാൻ തുടങ്ങിയതാണ്. പക്ഷെ എന്തെങ്കിലും ഒരു കോട്ടം അതിന് സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നും സംഭവിക്കില്ല. കാരണം ഇത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനാണ്, ദീനിൻ്റെ സംവിധാനങ്ങളാണ്. ആദ്യത്തെ ദർസ്, ആദ്യത്തെ മുദരിസ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ മദീനയിൽ നടത്തിയ സ്വഹാബത്തിന് നടത്തിയ ദർസുണ്ട്. ഇന്നും പള്ളി ദർസുകൾ അതാണ്, അതിൻ്റെ പാരമ്പര്യമാണ്. അത് മനസ്സിലാക്കണം അമ്മു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അഭിനയിക്കാം, നിങ്ങൾക്ക് പലതും ചെയ്യാം, റീൽസിൽ അഭിനയിക്കാം, സിനിമയിൽ അഭിനയിക്കാം, ആൽബത്തിൽ അഭിനയിക്കാം, എന്തു വേണമെങ്കിലും ചെയ്യാം. ജൂനിയർ ആർട്ടിസ്റ്റ് ആകാം, അല്ലെങ്കിൽ സീനിയർ ആർട്ടിസ്റ്റ് ആകാം, ഒക്കെ ആകാം. പക്ഷേ നിങ്ങൾ വന്ന വഴികൾ അത് മോശമാണ്. ഇപ്പോൾ ദർസി സംവിധാനത്തിലൂടെ വന്നപ്പോൾ നിങ്ങളത് ക്രൂരമാണ്, അതൊന്നും നിങ്ങൾ പറയണ്ട. കാരണം നിങ്ങളുടെ ചിന്ത ദീന് പഠിക്കലോ അല്ലെങ്കിൽ ദീനിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കലോ അല്ലായിരുന്നു. അത് ഞാൻ പബ്ലിക്കായിട്ട് പറയാനുള്ള കാരണം, നീ ഇത് പബ്ലിക്കായിട്ടുള്ള പ്ലാറ്റ്ഫോമിലാണ് ഈ വിഷയം അവതരിപ്പിച്ചത്. ഒരുപാട് ആളുകളിലേക്ക് ഇങ്ങനെ മോശത്തരങ്ങളൊക്കെ എത്തുന്നുണ്ട്. നമ്മളൊക്കെ ദർസി സംവിധാനത്തിലൂടെ വന്നതാണ്. ഒരു പ്രയാസമോ ഇടങ്ങോറോ നമുക്കുണ്ടായിട്ടില്ല. അവിടുത്തെ ജീവിതം വളരെ സുന്ദരമായിരുന്നു. നമുക്ക് നന്മകൾ ലഭിക്കലും ആ നന്മകൾ പ്രവർത്തിക്കലും അത് ചെയ്യുന്ന രീതികളും അത് പഠിക്കുന്ന രീതികളും മറ്റുമൊക്കെ ഒരിക്കലും നിർത്തിപ്പോകണമെന്ന് വരെ നമ്മളാരും ചിന്തിച്ചിട്ടില്ല. അല്ലെങ്കിൽ അതിനെ കുറ്റപ്പെടുത്തുന്ന രീതികളൊന്നും നമ്മുടെ മനസ്സിനകത്ത് വന്നിട്ടില്ല. അങ്ങനത്തെ സിസ്റ്റങ്ങളൊന്നും നമ്മുടെ ഇന്ന് ജീവിതത്തിൽ, കാരണം നമുക്കത് പഠിക്കലും മനസ്സിലാക്കലുമായിരുന്നു ലക്ഷ്യം. ഫുഡ് എന്ന ലക്ഷ്യത്തിന് വരുമ്പോൾ അന്നും പിന്നെ ബാക്കിയുള്ളതൊക്കെ ഗതികേടനായിരിക്കും. അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. നല്ലത് പറയാനും ചിന്തിക്കാനും
അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന്, നമ്മിൽ നിന്ന് അള്ളാഹു ഹിദായത്തിൻ്റെ വെളിച്ചം എടുത്തു കളയാതിരിക്കട്ടെ. അള്ളാഹു നമുക്കൊക്കെ ഹിദായത്തിൻ്റെ വെളിച്ചം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.